السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، يا أكرم الخلق ما لمن ألوذ به سواك عنده للحديث الأمين. مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم. സൃഷ്ടിജാലങ്ങളിൽ സർവവ്യാപിയായ മഹാവിപത്ത് വന്നടയുമ്പോൾ എനിക്ക് നുണയേഖാൻ അങ്ങല്ലാതെ ഒരുപാട് സമയം പ്രവാചകരോട് വിദൂരതയിൽ നിന്ന് സംവദിച്ച പ്രവാചക പ്രേമി ബൂസൂരി ഇമാം ഇവിടെ തന്റെ നൊമ്പരങ്ങൾ അവരോട് നേരിൽ തന്നെ പറയുന്നു. ആരും സഹായിക്കാനില്ലാത്ത അന്ത്യദിനത്തിലെ ഭയാനകമായ വിപത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കവി രക്ഷ തേടുകയാണ്. ഇസ്തിഗാസ, സഹായം അഭ്യർത്ഥിക്കൽ, ഇസ്തിഗാസ സഹായം അഭ്യർത്ഥിക്കലിനെ അന്ധമായി എതിർക്കുകയും അതിനു നേരെ പുറംതിരിക്കുകയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ കുറഞ്ഞു തുള്ളുകയും ചെയ്യുന്നവർക്ക് ശക്തമായ താക്കീതാണ് കവിയുടെ ഈ വചനങ്ങൾ. ഭീകരവും ബീഭത്സവുമാണ്. അന്ത്യനാളിനെ അവസ്ഥകൾ ഓരോന്നും പ്രവാചകന്മാരെ ഓരോരുത്തരായി സമീപിച്ച ശേഷം ഹതാശരായി മടങ്ങുന്ന സമൂഹം അവസാനമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. തൊട്ടുമുകൾ കത്തിയെരിയുന്ന സൂര്യഗോളം, തൊട്ടുമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശമാണ്. താഴെ ഭൂമി വെന്തുരുകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യന് സർവ പ്രതീക്ഷകളും തകർന്നടിയുന്നു. അവിടെയാണ് സൃഷ്ടിശ്രേഷ്ഠൻ അവതരിക്കുന്നത്. എന്റെ സമൂഹത്തിന്റെ വേദനകളെ ഏറ്റുവാങ്ങി സൃഷ്ടികർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ നാഥൻ തന്റെ ഇഷ്ടദാസന്റെ അഭ്യർത്ഥനകൾ സ്വീകരിക്കുന്നു. പ്രവാചക ശൈലികൾ പിന്തുടർന്ന് ജീവിതം ധന്യമാക്കിയവർ റസൂലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശയ്ക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുന്നാര ഹബീബിന്റെ ശഫാഅത്തിൽ കിട്ടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഖബ്ബലല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.